കങ്കുവാ കങ്കുവാ സിരുത്തെ ശിവയുടെ കങ്കുവാ കങ്കുവാ തനിക്ക് എന്തുവാ ഇതുപോലൊരു ഊമ്പിയ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ആകാംക്ഷയോടെ ഒട്ടനവധി പേർ കാത്തിരുന്ന നമ്മുടെ സൂര്യണ്ണന്റെ കംബാക്ക് എന്നൊക്കെ പറഞ്ഞ് എല്ലാരും കാത്തിരുന്ന കങ്കുവ അങ്ങനെ റിലീസായത് മാത്രം ഓർമ്മയുള്ള ഒരു സ്ഫോടനം തന്നെയായിരുന്നു തിയേറ്ററിനകത്ത് നടന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇത് കാണാൻ പോയി കഴിഞ്ഞിട്ട് എൻ്റെ പൊന്നു എന്തായിരുന്നു ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് മാത്രമല്ല ആ ഒരു അങ്ങേരോടുള്ള സൂര്യ എന്ന് പറഞ്ഞ ആ ഒരു നടനോടുള്ള ആ ഒരു ഇഷ്ടവും എല്ലാം ആ തിയേറ്ററിനകത്ത് കാണാൻ പറ്റിയത്. പക്ഷെ അങ്ങനെ വന്നവരെ ഒരിക്കലും ഇങ്ങനെ ദ്രോഹിക്കരുതെന്ന് മാത്രം എന്ത് അവസ്ഥയാണ്. നമ്മൾ അത്രത്തോളം പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളിപ്പോൾ സൂര്യയുടെയൊക്കെ ഒരു പടങ്ങൾ വന്നതെന്നൊക്കെ പറയാം. നമുക്ക് അവരെ അത്ര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നമ്മളൊക്കെ കാശ് മുടക്കിയിട്ട് തിയേറ്ററിനകത്തേക്ക് വന്നത്. അതിൻ്റെ ഈ സൂര്യക്ക് ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്, നിങ്ങളുടെ ഓരോ പൈസക്കും ഞാൻ മൂല്യം കണക്കാക്കുന്നുണ്ട് എന്നൊക്കെ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് തള്ളിയിട്ട്, അതേപോലെ കുറേ പേര് വായ പുറത്ത് വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ വന്നിട്ട് പറഞ്ഞിട്ട് പിന്നെ പോയി തിയേറ്ററിനകത്ത് ഇരുന്ന് വായ പൊളിച്ച് ഇങ്ങനെ കിടന്ന് ഉറങ്ങണതാണ് കാണാൻ പറ്റുക. ഉറങ്ങലെന്ന് പറഞ്ഞാൽ ഉറങ്ങല് പോട്ടെ, ചെവി അടിച്ചു പോകും അമ്മാതിരി സൗണ്ട്. ഒരു സ്ഥലത്ത് ഉറങ്ങണമെന്നുണ്ട്, അതേപോലെ തന്നെ ഈ കൊച്ചപ്പാടും ബഹളവും കാറിലും എൻ്റെ പൊന്നും അവസ്ഥ. ഞാൻ റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ടായി, മിക്കവാറും ഞാൻ റിവ്യൂ എടുത്ത് കളയും, കാര്യം എനിക്ക് ഇതിൻ്റെയൊക്കെ റിവ്യൂ അപ്പൊ നമുക്ക് ഈ സാധാരണ എല്ലാ പടങ്ങളും ഇറങ്ങുമ്പോഴും ഓരോരോ അവതാരങ്ങൾ ഇറങ്ങാറുണ്ട്. അപ്പൊ ആ അവതാരങ്ങളുടെ കൂട്ടത്തിനകത്ത് കഴിഞ്ഞ ദിവസം ഒരു അവതാരം വന്നിട്ടുണ്ടായി, നമ്മുടെ കങ്കുവ അണ്ണൻ. അപ്പൊ നമുക്ക് കങ്കുവ അണ്ണനെ ഒന്ന് കണ്ടുനോക്കാൻ പറ്റില്ല, ഇന്ത്യയിലാണ് വന്നത്. അടിപൊളി, ഗംഭീരം. രാവിലെ വന്നതിന്റെ ആ ഒരു കുറച്ച് കുറവാണെങ്കിലും പടം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. സൂര്യയുടെ എൻട്രി ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ കാർത്തിയുടെ എൻട്രി ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. BGM പിന്നെ കൂടുതൽ വയലൻസ് ആണ് അതിലുണ്ടായിരുന്നത്. അപ്പം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സൂര്യയുടെ എൻട്രി അല്ലേ, പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ്, പുള്ളിയുടെ 6 പാക്ക് അതൊക്കെ ആയിട്ടുള്ളൊരു വരവുണ്ട്. അത് വളരെ അതെ അടിപൊളി. പടം അടിപൊളിയായിരുന്നു. കാര്യം എന്താ, സൂര്യയുടെ എൻട്രി അടിപൊളിയായിരുന്നു, പിന്നെ അവസാനത്തെ ക്ലൈമാക്സിനകത്ത് 6 പാക്ക് കാണിക്കുന്നത് അടിപൊളിയായിരുന്നു. ഈ രണ്ടെണ്ണം അടിപൊളിയായപ്പോൾ തന്നെ പടം അങ്ങ് അടിപൊളിയായി. പുള്ളിയുടെ ഒക്കെ ഒരു കാര്യം ഗതികേടാണ് ഞാൻ ആലോചിക്കണം. കാരണം ഇമാതിരി വേഷമൊക്കെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ഇനി ആ വേഷം ഇട്ടിട്ട് തന്നെ പുള്ളിക്കാരൻ പുറത്തേക്ക് ഇറങ്ങി നടക്കണ്ടേ. അല്ലെ പടം ഇമാതിരി ബോംബാവുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഇങ്ങനെ വന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ എന്താ, പടം ഇപ്പൊ വൻ ഹിറ്റ് ആവുമ്പോഴത്തേക്കും ഞാനങ്ങോട്ട് സ്റ്റാറായി പോയി, ഈ ഡ്രസ്സ് ഇട്ടിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങിയാൽ സെറ്റ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും പുള്ളിക്കാരൻ ഈ സാധനം ഇട്ടത്. ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പതേ പടം ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ ആ ഒരു അവസ്ഥയും ആ ഒരു മനോനില വിഷമം പുള്ളിയുടെ മുഖത്ത് കാണാനുണ്ട്. ഇനിയിപ്പൊ ഈ ഒരു സംഭവത്തിൽ തന്നെ നമ്മുടെ അശ്വന്ത് കോക്ക് വന്നിട്ടൊരു ഗംഭീരമായിട്ടുള്ള കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് അശ്വന്ത് കോക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അശ്വന്ത് കോക്കിന്റെ അതൊന്ന് കണ്ടുനോക്കാം. കങ്കുവാ സിരുത്തെ ശിവയുടെ കങ്കുവാ കങ്കുവാ തനിക്ക് എന്തുവാ ഇതുപോലൊരു ഊമ്പിയ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ മേഖല, ഇതിൻ്റെ സ്ക്രിപ്റ്റ് എൻ്റെ പൊന്നോ, ഇതെന്തോ എഴുതി വെച്ചേക്കുന്നത്, എന്താണ് പടം കണ്ടു കഴിഞ്ഞിട്ട് പോലും എന്താണ് ഉദ്ദേശിച്ചത് നമ്മുടെ സിരുത്തെ ശിവ എന്ന് മനസ്സിലായിട്ടില്ല. ഏറ്റവും പരിതാപകരമായ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ നടിപ്പിൻ നായകൻ എത്ര മോശം സിനിമയിൽ കഴിയാൽ അദ്ദേഹത്തിൻ്റെ അഭിനയം വല്ലാതെ മോശമാറില്ല. ആകെ അദ്ദേഹം മുക്കി എന്ന് പറയുന്നത് സിംഗം സീരീസിൽ മാത്രമാണ്. പക്ഷേ ഇതിലുള്ള മുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈദ പൊറാട്ടയും ബീഫ് ഫ്രൈയും ചിക്കൻ പാർട്സും കൂടെ ഒരുമിച്ച് കഴിച്ചിട്ട് പിറ്റേന്ന് പോയാൽ പോലും ഇതുപോലെ മുക്കൂല. അതുപോലത്തെ മുക്കൽ, ഡയലോഗ് ഡെലിവറി വളരെ മോശം, അലർച്ച, വെറും അലർച്ച, ക്രാ 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 ക്രാ. സൂര്യണ്ണൻ അലറിക്കൊണ്ടിരിക്കുക, ഫുൾ ടൈം അലറിക്കൊണ്ടിരിക്കുകയാണ്. തിയേറ്ററിൽ കയറിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നി കുറച്ച് പഞ്ഞായിട്ട് പോകാൻ തോന്നി. കാരണം ചെവിട്ടിനകത്ത് അത്രയും അലർച്ച, ഇവരുടെ അലർച്ച ചെവിയൊക്കെ വേദന എടുത്തിട്ട് ചെവിടെ മറ്റേ ഇയർ ഡ്രമ്മൊക്കെ അടിച്ചു പോകുന്നു തോന്നി. കാര്യം അമ്മാതിരി അലർച്ചയും പിന്നെ ഈ DSPയുടെ ഈ ഒച്ചപ്പാടും ബഹളവും ഈ BGM ഒക്കെ ഒരു കണക്കിന് നല്ലതാണ്. പക്ഷെ എന്നാലും ഇത് ഒരു അസഹനീയം എന്ന് പറയില്ല, അതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു തിയേറ്ററിനകത്ത്. ഈ കോക്കിൻ്റെയൊക്കെ റിവ്യൂ ആകുമ്പോഴാണ് നമുക്കൊരു മനസ്സുഖം. കാര്യം നമ്മൾ അനുഭവിച്ച നമ്മുടെ കാശ് പോയി, നമ്മുടെ സമയം പോയി. അപ്പൊ നമുക്കിനി ഇങ്ങനെ അങ്ങോട്ട് സന്തോഷിക്കാം. അപ്പൊ ബാക്കിയുണ്ട് മതിയായി, ഈ ജീവിതം മതിയായി. അതുപോലത്തെ സാധനം കണ്ടത് അങ്ങനെ ഇട്ട് വെറുപ്പിച്ച് അപ്പം വിചാരിക്കും ഓക്കെ ഇതൊരു അപരാധമല്ലേ, സാരല്ല, നല്ല സാധനം വരാനുണ്ടല്ലോ. പഴയ സൂര്യ നമ്മളെ കങ്കു വരും എന്ന് വെച്ചിരിക്കുന്ന സമയത്ത് കങ്കു വരുവാണ്. കങ്കുവിന് ഇൻട്രോ ആ സ്കോറൊക്കെ GSP ചെയ്ത് കൊള്ളാം. പക്ഷേ പിന്നെ എന്തുവാ ഇയാൾ കാണിക്കുന്ന ഈ കങ്കുവയ്ക്ക് എന്താണ് പ്രശ്നം?
ഈ വെറുപ്പിച്ചക്കം പിന്നെ ഭൂതകാലത്തിലുണ്ട്, പിന്നെ ഇവർ തമ്മിലുള്ള പരിപാടി എന്താ, ഒരു യാതൊരു ഇമോഷണൽ കണക്ഷനില്ല. എന്താണ് കങ്കുവ, തനിക്ക് എന്തുവാ, എന്താ പ്രശ്നം എന്ന് മനസ്സിലായി. ചെക്കനായിട്ട് എന്തെന്നാണ് കങ്കുവ കാണിച്ചു കൂട്ടുന്നത്? അത് എന്തിൻ്റെ ബേസാണ്? അതിൻ്റെ സ്റ്റോറി ഒന്നും കൺവിൻസിങ് അല്ല, ഇമോഷണലായിട്ട് ഒരു തരത്തിലും കണക്റ്റ് ആവുന്നില്ല. ഇങ്ങനെ കാട്ടുകൂടെ പോവുക, കുറേ ആന മുതല, ഇതെല്ലാം നിങ്ങൾ കണ്ടതാണ്. VFX എന്നൊക്കെ അടിയിൽ എഴുതി കാണിക്കുന്നുണ്ട്. ആന മുതല ഇങ്ങനെ, പിന്നെ കുറേ കാട്, കുറേ വള്ളി. പിന്നെ ഈ കങ്കുവിൻ്റെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ വടംവലിക്കാരനാണെന്ന് തോന്നുന്നു. എവിടെ കയറ് കണ്ടാലും കങ്കുവ തൂങ്ങിയിരിക്കും. എവിടെ കയറ് കണ്ടാലും. അടുത്ത വർഷത്തെ ഓണത്തിന് കുടുംബശ്രീയുടെ വടംവലി മത്സരത്തിന് കങ്കുവയെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡിൽ കങ്കുവ മാത്രം മതി. വടം കിട്ടിയോ കങ്കുവ വലിച്ചവിടെ നിൽക്കും. ഒരു ജാതി വലിയ കങ്കുവ. പിന്നെ റബ്ബർ തോട്ടത്തിനകത്ത് ഈ ചിരട്ടയില്ലേ പാലെടുക്കുന്നത്, അതിനകത്തൊക്കെ തീയിട്ടിട്ട് കയറ് വലിച്ചു വിടുക, എന്നിട്ട് എല്ലാവരും തെറിക്കുക. അതിന് കങ്കുവ അലറുക കിടണ്ട്. കങ്കുവയുടെ ഓരോരോ കുസൃതികളെ, ഈ കുസൃതികളൊക്കെ നിങ്ങൾക്ക് കാണുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ തിയേറ്ററിനകത്തേക്ക് വിടാവുന്നതാണ്. കാര്യം തിയേറ്ററിനകത്ത് പോയിട്ട് ഈ കുസൃതികളൊക്കെ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ആസ്വദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ ഇതേപോലത്തെ റിവ്യൂവും അതേപോലെ റോസ്റ്റും അങ്ങനത്തെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇപ്പം തന്നെ വരും. അപ്പോൾ കുറേയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വന്നത് അതൊക്കെ ഇരുന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാം. വീട്ടിനകത്തിരുന്ന് നിങ്ങളുടെ പൈസ ലാഭം, നിങ്ങളുടെ സമയ ലാഭം, കാര്യം സമയം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം വീട്ടിനകത്ത് ഇരുന്നിട്ട്. അല്ലാണ്ട് അവിടെ പോയിട്ട് നമുക്ക് സഹിച്ചിരിക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ ഇനി ഈ ഒരു കങ്കുവയുടെ ഇത്രയും വലിയ ഒരു റിവ്യൂ, നെഗറ്റീവ് റിവ്യൂ കാര്യങ്ങളൊക്കെ കേരളത്തിനകത്ത് വന്നു. അപ്പൊ ഇനി തമിഴ്നാട്ടിലെ അവസ്ഥ എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ படம் முடிச்சிட்டாங்க ப்ரோ, ஒன்றுமே இல்லை. நாங்களும் வேறு எக்ஸ்பெக்டேஷன் வச்சு வந்தோம், ஒன்றும் இல்லை படத்தில். எதிர்பார்த்த அளவுக்கு இல்லை. சூர்யானால தான் வந்தோம், சூர்யா ஃபேன்ஸில் வந்தோம். மியூசிக்லாம் ஓகே, ஆனால் படத்தில் ஒன்றுமே இல்லையே, கதையே இல்லை. இப்படி வச்சுக்கிட்டு லெஃப்டில் ஒரு ரூம்பு ரைட்டில் ஒரு ரூமுன்னு சொல்லிட்டு ஒரு விஷயத்த பண்ணிவிட்டு ஒரு பையன் வந்து இங்கே குத்திட்டான். அடுத்த சீன் கட் பண்ணோன்னே 4 பேரை கொண்டு விட்டு மேலே வச்சு நிற்கிறாப்புல. இதெல்லாம் ஏற்றுக்கிற மாதிரி இருக்கா? நம்ம சித்து சிவா மாறவே கிடையாது. நம்பி இந்த படத்துக்கு வந்துடாதீங்க. ஃபஸ்ட் ஹாஃப்லேயே மனுஷன் நொந்து வச்சிட்டானுங்க. இதெல்லாம் ஒரு படம்னு சொல்லிட்டு வேலூர்லேருந்து கிட்டத்தட்ட 2.25 நான் இங்கே வந்தேன். அப்படிதான் சிவைയുടെ പണ്ണൽ ഇരുന്നിരിച്ച് എന്നതാ തമിഴം പേശിട്ട് ഇരിക്കെ. അപ്പൊ നിങ്ങൾക്ക് കേട്ടതൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാര്യം പടം ദുരന്തമായിരുന്നു എന്നാണ് തമിഴിന്ന് വരെ നമ്മുടെ നൻപൻകൾ പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇവരുടെ തന്നെ അടുത്തൊരു റിവ്യൂ കൂടെ കേൾക്കാം. இவ்வளோ நேரம் வெயிட் பண்ணி இந்த கர்மத்தை பார்த்ததுக்கு சுத்தமாக மிகப்பெரிய டிசப்பாயின்மெண்ட். இந்த படத்தை அவங்க பார்க்காம வாயிலே வடை சுட்டுருக்காங்க. அந்த வாயை பொழந்துட்டு பார்ப்பாங்க அப்படின்ற மாதிரி சூர்யா சொன்னார் இல்லையா, அது எதுக்குன்னு இது வரைக்கும் எனக்கு புரியல. நீங்கள் என்ன பார்த்து சொல்லுங்கள் ப்ரோ. 200 கோடியே வராது ப்ரோ. இது நீங்கள் வேறு ஃபஸ்ட்டே கலெக்ஷன் மிஞ்சி போனால் 70 வரும். நீங்கள் ஒன்றா பாருங்கள், படம் ஓடாது. അപ്പോൾ വായ പുളക്കട കാര്യം പറഞ്ഞു. അപ്പൊ വായ പുളക്കട കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സൂര്യ എന്തിനാണ് ആ മനുഷ്യനോട് റെസ്പെക്ട് ഉണ്ട്. ആ ഒരു മനുഷ്യന്റെ ആ മനുഷ്യനൊന്നും ഇങ്ങനെ പറയാൻ പാടില്ല. കാര്യം ആൾക്കാരെ പറ്റിക്കുന്ന രീതിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ പറയാൻ പാടില്ല. സൂര്യനെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഇപ്പൊ എല്ലാവരും ആ ശിവ എന്ന് പറഞ്ഞ അവനൊക്കെ പറയും. വല്ലോടത്തും കിടന്ന് നല്ല പടങ്ങളൊക്കെ ചെയ്ത് ആ റോളക്സ് അതൊക്കെ ചെയ്തിട്ട് പോയേച്ച് ആ സൂര്യനെ പിടിച്ചോണ്ട് വന്ന് ഇമാതിരി ഒരു ഹവ അതിനകത്തേക്ക് തള്ളിയിട്ട് ഇതൊക്കെ ചെയ്ത ശിവേനെ ഒരു ദിവസം ഒരു മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അപ്പം എനിക്ക് അത്ര പറയാനുള്ളൂ. അപ്പം എന്താണ്, നിങ്ങൾ പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എല്ലാം വീഡിയോ അടിയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം ഈ എത്ര വരാനുള്ളത്